സുഖനല്ലേ? പിന്നെ ഞാനിതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞില്ലേ, ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതൊക്കെ എൻ്റെ ചെറിയൊരു കുടുംബമാണ്. ഇതിൻ്റെ പെങ്ങളെ കുട്ടിയാണ്. അപ്പോൾ ഇവന്റെ പേരാണ് ഇഷു. കണ്ടില്ലേ, നല്ല ശീർഷത്തൊക്കെ എന്താണ് അറിയില്ലേ? ഇതാണ് നമ്മുടെ ഒരേ ഒരു അനിയൻ സൽമാൻ അബൂബക്കർ. പിന്നെ നമ്മുടെ ഒരേ ഒരു ഉമ്മ, പഞ്ചാര ഉമ്മ. ഇതിന്റെ പൊന്നാര മോള് കണ്ടില്ലേ, ചിരിക്കുന്ന കള്ളച്ചിരി. ഇതിന്റെ ഒരേ ഒരു ഭാര്യ, കൊണ്ടോട്ടിക്കാരെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, ഇത്രയും നല്ല സുന്ദരിയായ ഭാര്യയാണ്, കണ്ടില്ലേ? അപ്പൊ എന്നാ ആയിക്കോട്ടെ, ഈ ക്യാമറ പിടിക്കുന്ന ഒരാളുണ്ട്. പക്ഷെ അവളെ പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, പൊന്നും. അവള് കുറച്ച് ഗ്ലാമർ കൂടിയോണ്ട് അവള് വേഗം നിൽക്കുകയാണ്. അപ്പൊ എല്ലാരും എന്റെ ചെറിയ വലിയ കുടുംബം കണ്ടില്ല. അപ്പൊ നമ്മളെ പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇത് നമ്മുടെ പെങ്ങളെ കുട്ടിയാണ്. അപ്പൊ പെരുന്നാളിന്റെ തലേ ദിവസം വന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ നിന്ന് സങ്കടത്തോടെ പോവുകയാണ് അവരുടെ വീട്ടിൽ. കണ്ടില്ലേ, നമ്മുടെ ചക്കര. അപ്പോ ഓരോ യാത്രയപ്പാണ് പരിപാടി. ഉച്ചക്ക് നമ്മളെ ഫുഡ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കാണെങ്കിൽ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ഇന്നത്തെ ദിവസം കണ്ടില്ലേ, ഞങ്ങളെല്ലാവരും ഇവര് യാത്രയൊക്കെയാണ്. അപ്പൊ എന്താ വെച്ചാല് പോകാൻ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഞങ്ങളാണെങ്കിലും ഇവര് അത്യാവശ്യം അതുകൊണ്ടാണ് പോണത്. എന്താ വെച്ചാല് ഇവര് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു. ഇപ്പൊ ട്യൂഷനാണെങ്കിലും അടുത്ത ക്ലാസ്സിലുള്ള ഒരു കാറ്റഗറി വരുന്നുണ്ട്. അപ്പം ഇവന്ന് ചിക്കനൊക്കെ തിന്നു പള്ള നിറച്ച്. ചിക്കൻ ബിരിയാണി കേട്ടോ, അതിനിങ്ങനെ കാണാൻ മഴയല്ല. കണ്ടില്ലേ, ചിക്കനാണ് വയറ്റില്. പെരുന്നാളിന് അന്ന് മുതൽ ഇന്ന് വരെ ചിക്കന്റെ പീസ് ബാക്കിയില്ല. ഉച്ചയ്ക്ക് എല്ല് പോലും കിട്ടിയിട്ടില്ല. അപ്പൊ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാല്, അപ്പൊ ഒരു നാളെ വെച്ച് 10ാം ക്ലാസ്സിൽ എത്തിക്കണേ. എങ്ങനെയാണോ കുറച്ചുകൂടെ അറിയില്ല. ഇനിയിപ്പോ ഏതായിക്കോട്ടെ 10ാം ക്ലാസ്സിൽ എത്തിയത്. അപ്പൊ ഇനി 10ാം ക്ലാസ്സിൽ ഞാൻ റിസൾട്ട് കിട്ടണം, നമുക്ക് ഒരു 5% കിട്ടണം. 10 കിട്ടണം പറഞ്ഞാൽ നമുക്ക് അഹങ്കാരം കൂടും. അപ്പൊ അത്രയൊന്നും വേണ്ട, കിട്ടുന്ന ഒരു 5% കിട്ടി. എന്റെ കുട്ടിക്ക് നല്ലൊരു കുട്ടപ്പിന് ജോലിയൊക്കെ കിട്ടി, അന്തസ്സോടെ പഠിച്ച് അവനൊരു ടീച്ചറാവണം. നമ്മുടെ വിദ്യാഭ്യാസം ഒക്കെ ടീച്ചറൊക്കെ ആക്കണം. കണ്ടില്ലേ കുട്ടപ്പിനെ പഠിക്കാൻ. അപ്പൊ എന്താ വെച്ചാല് നമ്മളെ കൂലിപ്പണിക്ക് ഇനി വരെ പറഞ്ഞേക്കാണല്ലോ, നല്ല അന്തസ്സോടെ നല്ല ഇതിൽ ജീവിക്കണം. അപ്പൊ ഏതായാലും നമുക്ക് കരയാളതൊക്കെ ഉണ്ട്, പക്ഷെ കരയൂല. നമ്മളെ മോനെ താങ്ങും തണലായിട്ട് നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവും. എന്നായിക്കോട്ടെ, നീ പോയിക്കോട്ടോ, സങ്കടപ്പെടണ്ട, പഠിച്ച് ഉഷാറാവും. ഞാനോട് പറയാം. അപ്പൊ എന്താ നമുക്ക് എല്ലാവർക്കും പോലെ യാത്രയൊക്കെയല്ലേ, സങ്കടങ്ങളൊക്കെ ഉണ്ടാക്കും ഉള്ളിൽ വെക്കും. നമ്മളെ കുട്ടിയാണ്, പഠിച്ച് നന്നായി വരട്ടെ. അപ്പൊ ഓനൊരു പെങ്ങളും കൂടി ഉണ്ട്. അപ്പൊ പെങ്ങളിപ്പം മറന്നു നിൽക്കുകയാണ്, ഓൾക്ക് നാണാണ്. അപ്പൊ നമുക്ക് ഓളിപ്പം ഒന്നും പോണില്ല എന്ന് പറഞ്ഞാലേ ഓളൊന്നിൽ കയറട്ടെ വരൊക്കെ. അപ്പോൾ നിങ്ങളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞ എൻ്റെ മുത്തുമണികളെ നിങ്ങളെ എല്ലാവരും കാത്തുകൊള്ളിയിരുന്നത് ഈ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും ഷെയർ ചെയ്തിട്ട് ഈ പാവപ്പെട്ടവൻ അല്ലെങ്കിൽ എളിയവനെ നിങ്ങളൊന്ന് മുന്നോട്ട് കണ്ട് സന്തോഷമാണെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ പറയുന്നതിൻ്റെ വാക്കുകളിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ നമ്മളെ കുട്ട പോവല്ലേ. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ഈ ഇളയവനെ ഒന്ന് പരിഗണിച്ച് കണ്ടിട്ട് എങ്ങനെയുണ്ട് കമന്റ് ഒക്കെ ഇട്ടുള്ളി. കുഴപ്പമില്ല, ഞാൻ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങളത് ഇനിയുള്ള കമന്റുകൾ നോക്കിയിട്ട് വേണം എനിക്ക് എന്തുണ്ട് ഇന്നാല് തിരുത്താൻ കഴിയുന്ന കാര്യങ്ങളെ തിരുത്താൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും. ഓക്കെ.